എന്നതായും പറയുന്നില്ല. ഈ പൊക്കാടിന്റെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആരാണ്? ആ ഒരു ചോദ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായക്കാർക്ക് ഒന്നാമതാണ് വിശ്വമല്ല. ഈ കല്യാൺ വെക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിൽ 40,000 പൊക്കാട് പാറ ഉള്ളത് 0.1 2 ഭാഗത്തിന് കിട്ടുള്ളൂ ഒരു ശതമാനം. അത് എല്ലാം മറ്റൊക്കെയടക്കം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് പ്രതിനിധിയാകുന്ന വിഷയവും ഇപ്പം ഭരണകൂടം ഒരു കാരണവശാലും ഈ പൊക്കാട് പാറ നശിപ്പിച്ചുകൊണ്ട് വരാമിക്കേണ്ടതാണ്. നവാക്കാർക്കാട്ട് നിൽക്കില്ല, ഒരു രണ്ടാമത്തെ സംഭവിക്കില്ല. ഏത് രാഷ്ട്രീയമാണ് വേണ്ടി നവാക്കാർക്കാണ് ഇത്, മറ്റൊക്കെ കാര്യമില്ല. നവാക്കാർക്ക് ബാധിച്ചാൽ ദക്ഷിണ രാഷ്ട്രീയ മറ്റുള്ളവർ ഇതിലെ രാഷ്ട്രീയങ്ങൾ തന്നിരിക്കണേ സമ്മതിക്കാൻ വേണ്ടി എന്തുകൊണ്ട് തൊണ്ണൂറ്റാല് ഉത്തരവിറക്കുന്നത് ആ ചോദ്യം തിരുവനന്തപുരത്തുണ്ട്. ആ ഉത്തരവ് അട്ടിമറിക്കാൻ പറ്റില്ല. ആ ഉത്തരവ് എന്താ പറയുന്നത്? ഒരു ലഭ്യം മീൻ ഉരുങ്ങി വരാന്നുള്ളതാണ്. നെറ്റുണ്ടെങ്കിലേ മീനുള്ളൂ. അവിടെ ഒരു വടങ്ങ നമ്മളല്ല. ഈ 5 ചാലും കൊണ്ട് എല്ലാ ജില്ലകളും സംശയിക്കാറില്ല. എല്ലാവരും ഏതാണ്ട് 3 ആയിരക്കണക്കിന് കൊണ്ടുവന്ന് വളരെ കഷ്ടപ്പെടാൻ ചെയ്യുന്നു. ഈ ഓരോടെ കേൾക്കുന്നതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ട ഈ പഞ്ചായത്ത് അടക്കമുള്ളതാണ്. ഈ രാഷ്ട്രീയ കക്ഷികൾ കൂടുതലും അതിന് ശക്തമായി പ്രതികരിക്കാൻ അതുകൊണ്ടാണ് അന്ന് പറഞ്ഞ അത് സംസാരിച്ച് ഞാൻ പറയുന്നത്. സ്വകാര്യ കൃഷി നടത്തുന്നത് നഷ്ടമാണെന്ന് പറയുന്നത് അത് ഉടമകളല്ല. ഇപ്പൊ നഷ്ടമാക്കി അടുപ്പറ്റുന്ന രാഷ്ട്രീയക്കാരാ പറയുന്നത് നഷ്ടമാണെന്ന്. ഞാൻ ഒരു ഏക്കർ പൊക്കാട് കൃഷി നടത്തിയാൽ എന്റെ ലാഭം തരുന്നവരാണ്. ലാഭം 60 ചെലവ് 60,000 രൂപ ചെലവ് വരും. 65 ലാഭം കിട്ടിയിരിക്കും. അപ്പൊ ഏതാണ്ടും 65 തൊഴിലവസരങ്ങളുണ്ട്. 65 തൊഴിൽ കിട്ടും. അത്തരത്തിലാണ് ഏതാണ്ട് ഒരേക്കർ നെല്ല് പറഞ്ഞാൽ 1800 കിലോ നെല്ല് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ആളുകൾ പറയുന്നതല്ല, ഞാൻ പ്രവേശിച്ചു കണ്ടിരുന്ന വ്യക്തിയാണ്. ധൈര്യമുള്ള രംഗത്തിറങ്ങേണ്ട രാഷ്ട്രീയക്കാര് ഒരേക്കർ ഞാൻ തരാം കാൽമുടക്കാം ചകതി അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും വ്യത്യാസം കാണിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മുടെ നാട് രക്ഷിക്കാനായിട്ട് പോകുന്നത് ശരിയാവുന്നത് ഒരു കാരണവശാലും നടക്കില്ല. അതിന് ലാഭമുണ്ട്. ഈ പച്ചക്കറി എന്റെ സ്ഥലത്തിൽ പച്ചക്കറി ഉണ്ടാവുന്നത് ഏതാണ്ട് 600 കിലോത്തിലെ പച്ചക്കറി കഴിഞ്ഞ 2012 കിട്ടിയാണ് ശേഷം ഇല്ല ഒരു വളം കിട്ടുക. അത് ഇപ്പോഴും കളക്ടർ കണ്ടെന്നിരിക്കുന്നു. വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ ആത്മഹത്യകളെന്ന് പറഞ്ഞാണ് കളക്ടർ വേണ്ടി. അതായത് ഞങ്ങൾ പൊക്കാട് കൃഷി ജീവിച്ച ഒരു വർഗത്തിൽപ്പെട്ടാണ്. അന്ന് കൃഷി വകുപ്പൊന്നുമില്ല. എന്റെ പൂർവികരും അവരെ കാരണമാരും ഈ പൊക്കാടി കൃഷി ഈ പൊക്കാടി നെല്ല് അരി കൊണ്ടുവന്നവരാണ് എന്നെ നാട്ടിൽ. അപ്പൊ അതിന്റെ അനുഭവം അറിയാം. പൊക്കാടി നശിപ്പിക്കുന്ന തന്നെയാണ്. ആളില്ലാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വളരെ ശക്തമായിട്ടാണ് ഈ മേഖലയിൽ ശക്തം മുന്നേറണം. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടു ഈ പഴുപ്പൂർ മേഖലയിൽ ഒരു 40 ഏക്കർ വരുന്ന സ്ഥലം അത് കൃഷിയാക്കുന്നതിലേക്ക് തരാമെന്നുണ്ടെങ്കിൽ നീ ഒറ്റ കൃഷി ഇറക്കാന്ന് പറ. നീ വന്ന് കൃഷി ഇറക്കാവിടെ കൃഷിയാക്കുന്ന ഏക്കരത്തെ വെള്ളം പറ്റുമെന്ന് ഞാൻ ഈ പ്രാവശ്യം ഞാൻ സ്വന്തം ചെലവിൽ കൃഷി ഇറക്കാവിടെ ധൈര്യമായിട്ട് പറഞ്ഞു നോക്കി സർക്കാരിൽ പറഞ്ഞു ചെയ്യാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞാൽ കൃഷിയാണ് ഞാൻ. ചേച്ചി വരെ പാട്ട് പാടാവോ? കൊയ്ത്ത് പാട്ട്. ചേർത്തലെന്ന് വന്നില്ലേ?
വാനില്ല വരമ്പേലെ തമ്പ്രാൻ നെന്മണി മേടയിലെ അവര് തന്നെയല്ലേ അവര് വന്നത്. മിന്തി മിന്താരാന്തിത്തൈ